അതായത് ഇപ്പോൾ ഈ മണ്ണിടിഞ്ഞ ഈ പ്രദേശത്തിൻ്റെ വീണ്ടും ഒരു കുന്നിന് മുകളിലാണ് ഇപ്പോൾ ഈ റോഡുള്ളത്. ഇതിൻ്റെയും താഴ്ചയിലാണ് പല വീടുകളും ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അവിടങ്ങളിൽ വലിയ രീതിയിൽ മണ്ണും ചെളിയും അടിഞ്ഞുകൂടിയിട്ടുള്ള പ്രശ്നങ്ങളാണ് പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഒന്നുകൂടി കാണിക്കാം. അതായത് ദേശീയപാത കടന്നു പോകാൻ വേണ്ടി ഇവിടെ ഒരു ഫ്ലൈ ഓവർ പോലുള്ളൊരു സംവിധാനമാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഇതിന് താഴെ ഭാഗത്താണ് ഒരു 100-ലധികം കുടുംബങ്ങൾ ജീവിക്കുന്ന കുപ്പം എന്ന് പറയുന്ന പ്രദേശം. അതായത് നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് ഒരു വലിയ കുന്നാണ്. അതിന് ഇടയിൽ ഒരു തട്ട് പോലെ ഉണ്ടാക്കി അവിടെയാണ് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന റോഡ് ഇപ്പോൾ ഗതാഗതത്തിന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ താഴ്ചയിലാണ് ഈ വീടുകളുള്ളത്. ഇവിടേക്കാണ് ഈ പറയുന്ന മണ്ണും ചളിയും ഒക്കെ ഒഴുകിയെത്തി വലിയ പ്രശ്നമുണ്ടാക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു വലിയ കുന്നിന് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന രീതിയിലുള്ള ദൃശ്യമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഇവിടെ പെയ്യുന്ന മഴയും ഇവിടെ നിന്നുണ്ടാകുന്ന ചളിയും ഇവിടെ നിന്ന് കുത്തിയൊലിച്ച് പോകുന്ന മണ്ണുമൊക്കെ ഈ പറയുന്ന ഓരോ ജനവാസ മേഖലയിലേക്കും എത്തി അവിടെ വലിയ പ്രയാസമുണ്ടാക്കുകയാണെന്നുള്ളതാണ് അവരുടെ പരാതി. വളരെ ന്യായമായിട്ടുള്ള പരാതിയുമാണ്. എന്തായാലും ഇപ്പോൾ മണ്ണിങ്ങനെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് വലിയ പ്രയാസമാണ്. ഇവിടെയുള്ള ആളാണോ ഓട്ടാ? എവിടെ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നു? ഇവിടെ യാത്ര ചെയ്യാനൊക്കെ ഒരു പേടിയുണ്ടാവും? നല്ലോണം പേടിയുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാണുന്ന ആ ഭാഗം ഇടിഞ്ഞു വീണത്. ഇത് യാത്രക്കാരെ സംബന്ധിച്ച് എന്താ ഭയങ്കര വിഷമം തന്നെയല്ലേ ഇത്? എല്ലാവരും യാത്രക്കാർക്ക് വീടില്ലാക്കും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയല്ലേ ഇത്? ചെറിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ താഴെയുള്ള വീടുകളിലേക്കൊക്കെ ഈ മണ്ണും ചെളിയൊക്കെ പോയി. എന്തായാലും ഇവിടെ യാത്ര ചെയ്യുമ്പോൾ അതും ന്യായമായ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ പറയണ്ട തോന്നുന്നുണ്ടല്ലോ. ചേട്ടൻ എവിടെയുള്ള ആള്? എന്താ ഇവിടുത്തെ അപകടത്തിലൊക്കെ എത്ര ദിവസം ആൾക്കാർക്ക് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടില്ല ഇത്. ഇപ്പൊ നമ്മൾ നോക്കി നേരത്തെ രാവിലെ വന്നപ്പോൾ ഈ ഭാഗം ഇടിഞ്ഞു വീണില്ല. ഇപ്പൊ നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണ് കൂടുതൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദിവസം ഇന്നലെ ഇത്രയും ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ കുറച്ചുണ്ടായി, ഇപ്പോൾ കുറേ അധികമായി. ഇന്ന് രാത്രിയോട് കൂടി ഇതിൽ ചിലപ്പോൾ താഴെത്താൻ സാധ്യതയുണ്ട്. പറഞ്ഞാൽ രാത്രി മനസമാധാനത്തിൽ ഉറങ്ങാനും കഴിയാത്ത ഈ നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല ഇത്. ഒരു ഹൈവേ വർക്ക് ചെയ്തുകൊണ്ട് നോക്കണം. എത്ര അപകടം ഇത് വരുന്നു ദൃശ്യങ്ങളിൽ കാണാം. അതായത് ആ മണ്ണിടിഞ്ഞ ഭാഗത്തിന് മുകളിലൂടെ ഒരു ബൈക്ക് കടന്നു പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് നേരത്തെ സർവീസ് റോഡ് നിശ്ചയിച്ചിരുന്നത് ആ മണ്ണിടിഞ്ഞ തിട്ടയ്ക്ക് മുകളിൽ നിന്നാണ്. അപ്പോൾ അത്രയും ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണുള്ളത്. അതിനുശേഷം പിന്നീട് ഇത് സർവീസ് റോഡ് താഴെ ഭാഗത്തേക്ക് മാറ്റാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ എന്തായാലും ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യവും അന്തരീക്ഷവും തന്നെയാണുള്ളത്. ഇത് ഒരു സ്ഥലത്തെ മാത്രം, കണ്ണൂരിലെ ഒരു സ്ഥലത്തെ മാത്രം കാഴ്ചയല്ല, പലയിടങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. മണ്ണും ചെളിയും അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ പലയിടങ്ങളിലും നേരിടുന്നുണ്ട്. പക്ഷേ ഭീകരമായ ഒരു സ്ഥിതി ഇപ്പോൾ കുപ്പത്താണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. അതാണ് നിർമ്മാണത്തിനായി കുന്നിടിച്ച ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നത്. അവിടെ കാര്യങ്ങൾ ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് എന്നാണ് അർജുൻ കല്യാട് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ പ്രദേശത്തിലുള്ളവരെല്ലാം തന്നെ ആശങ്കയിലാണ്. കണ്ണൂർ കുപ്പത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കാണുന്നതാണ്. ഈ വാഹനങ്ങളൊക്കെ തന്നെയും അതുവഴി പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഈ നിമിഷവും അവിടെ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് അർജുൻ കല്യാട് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ആ വീടുകളുടെ സാഹചര്യം അർജുൻ പറയുകയുണ്ടായി. നമുക്ക് മുകളിൽ നിന്ന് ആ വീടുകൾ കാണാം. അവിടേക്ക് ചെളി ഒഴുകി എത്തി ജീവിതം ദുസ്സഹമായതോടെ തന്നെയാണ് കുപ്പത്ത് നാട്ടുകാർ റോഡ് ഉപരോധിച്ചത്. അത്രമാത്രം ഭീകരമാണ് ഇവരുടെ വീടുകളിൽ നിന്നുള്ള കാഴ്ചയും. അർജുൻ കല്യാട് അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് കണ്ടുവരാം. ഈ കാണുന്ന കാഴ്ച തന്നെയാണ് തളിപ്പറമ്പ് കുപ്പത്തുള്ള പ്രദേശവാസികളുടെ നാട്ടുകാരുടെ പരാതിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദേശീയപാതയുടെ ജോലി നടക്കുന്നതിൻ്റെ തൊട്ട് താഴെയാണ്. അവിടെയാണ് നേരത്തെ വലിയ രീതിയിലുള്ള നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായത്. ആ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം, ന്യായമായ കാരണം ഈ കാണുന്നത് തന്നെയാണ്. കാരണം മുട്ടോളം ചളിയിലാണ് ഇവിടെയുള്ള ജനങ്ങൾ ജീവിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇവിടെയുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെ ഇന്നലെ വരെ ഇന്നിപ്പോൾ താമസിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു വീട്ടിലാണുള്ളത്. ഇവിടെ കഴിഞ്ഞ ദിവസം പെയ്തിട്ടുള്ള മഴയുടെ ഭാഗമായി വലിയ രീതിയിൽ മണ്ണും ചെളിയും വെള്ളവുമെല്ലാം കുത്തിയൊലിച്ചെത്തി. അങ്ങനെ രാത്രിക്ക് രാമായണം എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ ഈ വീട് പൂട്ടി തൊട്ടടുത്ത് താമസിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥലത്തേക്ക് പോയത്. ഇത് എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഇന്നലെ രാത്രി 10:30 മണിയോടുകൂടി അന്ന് രാത്രി പെട്ടെന്ന് വെള്ളവും ചളിയും കൂടി വന്ന് വീണത്. ഇവരതിന് കുറച്ച് മുമ്പ് തന്നെ മഴൻ്റെ ഇത് കണ്ടപാട് രാത്രി നമ്മൾ ഒരു 6 മണിക്കൂടി ഇവർ അപ്പുറത്തെ വീട്ടിലേക്ക് മാറ്റി. ഇനി വയസ്സിലൊരു പെണ്ണുങ്ങളുണ്ടായിന്, അവരെല്ലാം എടുത്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഇന്ന് രാവിലെ വന്നിട്ട് ഇതിലേക്ക് വന്ന് നോക്കുമ്പോഴേക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളവും ചളിയായി നിറഞ്ഞിട്ടായില്ലത്.
അതായത് നമുക്ക് ഈ വീടിനകത്തെ ദൃശ്യങ്ങൾ കൂടി കാണാം. അത് കാണുമ്പോഴാണ് എത്രമാത്രം ഭീകരമായ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ. സാധാരണ രീതിയിൽ വെള്ളം കയറുമ്പോൾ പോലും ഇത്രയും ഭീകരമായ രീതിയിൽ ചളി ഉണ്ടാവാറില്ല. പക്ഷേ ഇതിപ്പോൾ ചളി ഉൾപ്പെടെയാണ്. ഏത് നിമിഷമാണ് ഇതുവഴി നടന്നു പോകുമ്പോൾ ആൾ വഴുതി താഴേക്ക് വീഴുക എന്ന സംശയം പോലും തോന്നിപ്പിക്കുന്ന രീതിയിലാണ്. ഈ വീടിനകത്ത് പോലും ഇതാണ് സ്ഥിതി. ഇതിൻ്റെ ഇറയകമാണ് ഈ കാണുന്നത്. ഈ ഇറയകത്ത് പോലും സ്ഥിതി ഇത്രയും വലിയ രീതിയിലുള്ള ചളിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ചളിയും വെള്ളവും ഒക്കെ ഈ വീടിനകത്തേക്ക് വന്ന് അടിഞ്ഞു നിൽക്കുകയാണ്. പാതിരാത്രിയിൽ പ്രായമായവരെ ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോവേണ്ടുന്ന ഒരു ഗതികേടിലാണുള്ളത്. ഇതൊരു വീട്ടിലെ അവസ്ഥയല്ല. കുപ്പം ഈ ദേശീയപാതയുടെ പണി നടക്കുന്നതിൻ്റെ തൊട്ടടുത്തടുത്ത പ്രദേശങ്ങളിലെല്ലാം ഇത് തന്നെയാണ്, സമാനമായ അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എല്ലായിടത്തും ഈ പശ മണ്ണ് പോലുള്ള അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ചെളിക്കപ്പുറത്ത് ഏത് നിമിഷവും ചവിട്ടിയാൽ വഴുതി വീഴുന്ന തരത്തിലുള്ള കാര്യമാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ എല്ലാ വീടിൻ്റെ നടുവിലേക്കും ഇങ്ങനെയാണ് അവസ്ഥ. പല വീടുകളിൽ നിന്നും ആളുകൾക്ക് മാറി താമസിക്കേണ്ടി വന്നു. ചില ആളുകൾക്ക് വീടിന് പുറത്തിറങ്ങാൻ വേണ്ടി കഴിയുന്നില്ല എന്ന അവസ്ഥയിലാണ്. ഞാൻ ഇന്ന് രാവിലെ ഉണ്ട്. ഇന്ന് ഉച്ചക്ക് മുതലേ ഇല്ല സംഭവം. കിണറിലെ വെള്ളമല്ല കലങ്ങി കഴിഞ്ഞു. പുറത്തിറങ്ങാൻ കഴിയാതെ കിണറിലെ വെള്ളം ഉൾപ്പെടെ കുടിക്കാൻ വേണ്ടി കഴിയാത്തൊരവസ്ഥയിലാണ്. വെള്ളം കലങ്ങി നിൽക്കുന്നത് ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ മണ്ണും ചെളിയും ഈ ദേശീയപാതയുടെ പണി നടക്കുന്ന സ്ഥലത്തു നിന്നും കുത്തിയൊലിച്ച് താഴേക്ക് എത്താത്ത രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംവിധാനം ഉടനടി ഉണ്ടാക്കണം. ശക്തമായ മഴ, ഇതിപ്പോൾ ഒരു ദിവസം മാത്രം മഴ പെയ്തപ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. 2-3 ദിവസത്തേക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്നുള്ളതാണ് ഇവർ കൈ മലർത്തിക്കൊണ്ട് ചോദിക്കുന്നത്. ആ ചോദ്യം ന്യായവുമാണ്. പരിഹാരം കണ്ടെത്തേണ്ടത് അനിവാര്യമായ ഒരു പ്രശ്നമാണ് കണ്ണൂർ കുപ്പത്ത് ഇപ്പോൾ നടന്നിരിക്കുന്നത്. റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ. കണ്ണൂരിലെ ഗുരുതര സാഹചര്യമാണ് അർജുൻ വിശദീകരിച്ചത്. കുപ്പത്ത് ഇപ്പോഴും മണ്ണിടിയുന്നു എന്നത് വലിയ ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്.